ആ എണീറ്റാ? എന്റെ കുളി കഴിഞ്ഞപ്പോഴാ. കൊച്ചെണീറ്റ് കുറുക്ക് കൊടുത്താൽ മതിയല്ലോ. എന്താ? അല്ല കുറുക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. അല്ല ഇതെന്താ? ഒക്കെ പൊന്നൂന് ഇഷ്ടപ്പെട്ട സാധനങ്ങളാ. ദേ പുട്ടും കടലയും ഉണ്ട്, അപ്പും മുട്ടക്കറി ഉണ്ട്. നീ ആ പുട്ടൊന്ന് തൊട്ട് നോക്കിയേ, നല്ല സോഫ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ അല്ലേ എൻ്റെ പൊന്നൂനെ പോലെ. ഇരിക്ക്, ഞാൻ വിളമ്പി തരാം. എന്തൊരു കള്ളത്തരം പോലെ. ഒക്കെ പൊന്നൂന്റെ തോന്നലാ. പുട്ടെങ്ങനെയുണ്ട്? ഒക്കെ ഡബിൾ ഹൗസിന്റെ സാധനങ്ങളാ. ഡബിൾ ഹൗസിന്റെ ഒരു ഗോൾഡൻ ഗെറ്റവേ ഓഫർ നടക്കുന്നുണ്ട്. അഷ്വേർഡ് ക്യാഷ് ബാക്കാ, സിംഗപ്പൂർ ട്രിപ്പ്, കിയ സോണിന്റെ കാർ, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അതൊക്കെ അവിടെ കിട്ടെ. രാവിലെ എണീറ്റ് ഇതൊക്കെ ഉണ്ടാക്കാൻ തോന്നി. എടേ എൻ്റെ കൂട്ടുകാരനില്ല ആൻഡ്രൂസ്, അവൻ്റെ കല്യാണമൊന്നും ശരിയായില്ല. അപ്പോൾ അവൻ്റെ മമ്മി പറഞ്ഞു സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ പോയിട്ട് മെഴുകുതിരി കത്തിച്ച് ഒക്കെ ശരിയാവും. അപ്പോൾ നമ്മൾ കൂട്ടുകാർ കുറച്ച് പേര് ചേർന്ന് അവന് മെഴുകുതിരി കത്തിക്കാൻ പോകാൻ പ്ലാൻ ഇടുന്നുണ്ട്. അവരെന്നോട് വരുന്നോ എന്ന് ചോദിച്ചു. അല്ല പൊന്നൂന് ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിനോട് പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് പ്രശ്നം? എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയല്ലേ. മഹേഷ് പോയിട്ട് വാ. എവിടെ, വല്ലാർപാടം പള്ളിയിലാണോ? ഇത് ഗോവയിലെ ഒരു ചെറിയ പള്ളി. എവിടെ? അല്ല വാ. ഓ, എന്നെ കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് മഹേഷിന് ഗോവയ്ക്കുള്ള പരിപാടിയാണല്ലേ. ഇനി പുട്ട് വെച്ച് കമ്പയർ ചെയ്തപ്പോഴേ എനിക്ക് തോന്നി ഇത് ഉടായിപ്പായിരിക്കുന്നു. എനിക്കൊരു ചേഞ്ച് വേണ്ടേ? എനിക്കൊന്ന് റിലാക്സ് ആവണ്ടേ? ശരി, മഹേഷ് ഗോവയ്ക്ക് വെക്കോ. പക്ഷെ ആ അലവലാദികളുടെ കൂടെ അല്ല, ഞാനും കൊച്ചും ഉണ്ടാവും. എന്ത് ഗോവ? അല്ല ഗുരുവായൂർക്കും പോവാം. എന്നാ ഗുരുവായൂർക്ക് ടിക്കറ്റ് എടുത്തു. അതും കേട്ടോ.